ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. എന്നിൽ നിന്ന് നിശബ്ദമായിരിക്കുന്ന കർത്തവ്യം പ്രസ്താവനയും അതുപോലെ തന്നെ വചന ശുശ്രൂഷയും ആണ്. ആദ്യം തന്നെ പ്രസ്താവന അറിയിച്ചുകൊള്ളട്ടെ. മർത്തോമ സഭയുടെ അഭിമാനമായ മർത്തോമ യുവജന സഖ്യം സഭയിലെ ഏറ്റവും ചലനാത്മകമായ യുവജന പ്രസ്ഥാനമാണ്. 1933 രൂപീകൃതമായ സഖ്യം പ്രവർത്തനങ്ങൾ 92 സംവത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. മർത്തോമ സഭയിലെ എല്ലാ യുവജനങ്ങളും യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിന് സഹായിക്കുകയും യേശുക്രിസ്തുവിൽ ആളത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് സഖ്യത്തിന്റെ പ്രധാന ഉദ്ദേശം. സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലും സഖ്യം പ്രവർത്തനങ്ങൾ സജീവമായി നടന്നു വരുന്നു. ഈ വർഷം 825 ശാഖകളാണ് കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഔദ്യോഗിക ഭാരവാഹികൾ ഉൾപ്പെട്ട വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള 65 അംഗ മാനേജിംഗ് കമ്മിറ്റി സഖ്യം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ജനറൽ സെക്രട്ടറി, 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാർ എന്നിവർ ഉൾപ്പെട്ട സഖ്യം ഓഫീസ് സെന്ററിലും ബാഹ്യ കേരളത്തിലുമായി 8 പൂർണ്ണസമയ പ്രവർത്തനങ്ങളാണ് ഉള്ളത്. സഖ്യം പരിപാടികൾ: യൂത്ത് സെന്റർ അടൂർ, ബാഹ്യ കേരള ഓഫീസ് ആൻഡ് യൂത്ത് സെന്റർ, സഖ്യം ഗ്രാമം കടപ്പ മിഷൻ, തോന്നിയാമല പ്രോജക്ട്, യുവജന സഖ്യം കലണ്ടർ എന്നിവയാണ് സഖ്യം പരിപാടികൾ. സഖ്യത്തിന് 2 പ്രസിദ്ധീകരണങ്ങളാണുള്ളത്. ഒന്ന് യുവദീപവും റിപ്പിൾസും. ഇതിന്റെ വരിക്കാരാകുവാൻ താല്പര്യമുള്ളത് ആരാധന കഴിയുമ്പോൾ എന്നെ സമീപിച്ചാൽ മതി. ഇതോടെ പ്രസ്താവന അവസാനിച്ചിരിക്കുന്നു. എന്നെ നിശബ്ദമായിരിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. ഇന്നത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 19:16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മത്തായി എഴുതിയ സുവിശേഷം 19:16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തേക്കായുള്ള ചിന്താവിഷയം യുവത ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികൾ. യൂത്ത് ട്രയൽ ബ്ലാസ്റ്റേഴ്സ് ടു ക്രൈസ്റ്റ്. മത്തായി 19:16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കൂടി വരുമ്പോൾ ദൈവമേ ഞങ്ങളോട് കൂടിയിരിക്കണമേ കർത്താവേ. ദൈവമേ നിന്റെ വചനവുമായി കർത്താവേ ഇന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ദൈവമേ ആ വിക്കനായ മോശയുടെ നാവിന്മേൽ തൊട്ടതുപോലെ എൻ്റെ നാവിന്മേൽ തൊടണമേ. നിന്റെ വചനം ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് അത് സ്പർശിക്കാൻ സഹായിക്കണമേ. ഇന്നിവിടെ വന്നു ചേർന്ന എല്ലാവരുടെയും മേലും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കണമേ ദൈവമേ. ഇന്നിവിടെ വരാൻ പറ്റാതെ പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ അനുഗ്രഹിക്കുമാറാകണമേ, കൂടിയിരിക്കുമാറാകണമേ. ഞാൻ വലുതായിട്ട് പ്രസംഗിക്കുന്ന ആളൊന്നുമല്ല, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരും തന്നെ ക്ഷമിച്ചു കൊള്ളണമേ. പിന്നെ ആർക്കെങ്കിലും ഉറക്കം വരുവാണെന്നുണ്ടെങ്കിൽ ആ വാച്ചൊന്ന് പൊക്കിക്കാണിച്ചാൽ ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. നിത്യജീവൻ. എനിക്ക് 3 ചെറിയ ചിന്തകളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമതായി, എന്താണ് നിത്യജീവൻ? രണ്ടാമത്, എങ്ങനെയാണ് നിത്യജീവന് നമുക്ക് അവകാശികൾ ആകുന്നത്? 3, എങ്ങനെയാണ് യുവത നിത്യജീവനിലൂടെ ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികൾ ആകുന്നത്? ഒന്നാമതായി പറഞ്ഞത് എന്താണ് നിത്യജീവൻ. യോഹന്നാൻ 3:16 വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവന് പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വചനം ബൈബിളിലെ താക്കോൽ വാക്യമെന്നാണ് അറിയപ്പെടുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ ലോകത്തിനായി നൽകുവാൻ അവൻ അത്രത്തോളം ലോകത്തെ സ്നേഹിച്ചിരുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഈ വിശ്വാസം കൂടാതെ നിത്യജീവൻ അവകാശികളാകുവാനും നമുക്ക് കഴിയുകയല്ല എന്ന് എബ്രായർ 11:6 പറയുന്നു. യേശു ക്രിസ്തുവിൽ അഗാധമായി വിശ്വസിക്കുക, അവനോട് ഒപ്പം നടക്കുക. അവനോടൊപ്പം നടക്കുന്ന ആരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവനോടൊപ്പം നടക്കുന്നവൻ നശിച്ചു പോകാതെ യേശുവിനോടൊപ്പം അനന്തമായി ജീവിക്കുന്നതിനാണ് നിത്യജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തുവിൽ അഗാധമായി വിശ്വസിച്ച് അവനോടൊപ്പം നടക്കുന്ന ഏവരും നശിച്ചു പോകാതെ യേശുവിനോട് ഒപ്പം അനന്തമായി ജീവിക്കുന്നതിനാണ് നിത്യജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി ഞാൻ ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് നിത്യജീവന് നമ്മൾ അവകാശികളാകുന്നത്?
നിത്യജീവൻ നേടുവാനുള്ള അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ നിത്യജീവന് അവകാശികളാകുവാനും കഴിയുന്നതല്ല. അവനിൽ വിശ്വസിക്കുക, അവൻ നമുക്ക് മതിയായവനാണ്. നമ്മുടെ പ്രശ്നങ്ങളെ അവൻ്റെ അടുക്കലേക്ക് ഒന്ന് പറഞ്ഞു നോക്കുക. അവൻ ഉറപ്പായിട്ടും മറുപടി തരാൻ മതിയായവനാണ്. നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുവാൻ, നമ്മുടെ പാപ പരിഹാരം നമുക്ക് നൽകുവാൻ അവൻ മതിയായവനാണ്. അവനിൽ ഉറച്ച വിശ്വാസം. എന്നാൽ ഈ വിശ്വാസം കൊണ്ട് മാത്രം നിത്യജീവനെ പ്രാപിപ്പാൻ കഴിയുമോ? ഇല്ല. ഇതിൻ്റെ മത്തായി എഴുതിയ സുവിശേഷം 19:17 വാക്യത്തിലേക്ക് വരുമ്പോൾ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് യേശു പറയുന്നു. ആറ് കൽപ്പനകളാണ് ദൈവം ആ സമയത്ത് അവിടെ പറയുന്നത്. ഒന്നാമതായി കൊല ചെയ്യരുത്. കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു ഫിസിക്കലായിട്ടുള്ള കൊല കൂടാതെ വേറൊരു രീതി നമുക്കതിനെ ചിന്തിക്കാം. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവ് കൊണ്ട് അല്ലെങ്കിൽ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് മറ്റുള്ള ഒരാളെ കുത്തി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൊലയല്ലേ? നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അത് കൊള്ളുന്ന രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൊലയാണ്. രണ്ടാമത്, വ്യഭിചാരം ചെയ്യരുത്. 3, മോഷ്ടിക്കരുത്. നമ്മുടേതല്ലാത്ത യാതൊന്നും എടുക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്താൽ അതും മോഷണമാണ്. കള്ളസാക്ഷ്യം പറയരുത്. നമ്മുടെ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത വേണ്ടാത്തതിനും വേണ്ടുന്നതിനും എല്ലാം കള്ളത്തരമായി. അങ്ങനെ നമ്മൾ കേട്ടതും കാണാത്തതുമായ കാര്യങ്ങൾ കള്ളത്തരം പറയുന്നത് ഒരു കള്ളസാക്ഷ്യമല്ലേ? 5, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഇപ്പോഴത്തെ ഈ ലോകത്ത് ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്ന എത്ര യുവജനങ്ങളാണുള്ളത്? നോ പറയേണ്ടത് നോ പറയാൻ അറിയാത്ത യുവജനങ്ങൾ. നോ പറയാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്ന ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ, അവരെ പറ്റി ചിന്തിക്കുന്ന കുഞ്ഞാണെങ്കിൽ അവരൊരിക്കലും വഴിതെറ്റി പോകാൻ ഇടയാവത്തില്ല. 6, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാം. കൂട്ടുകാരനെ നിന്ദിക്കുവാനല്ല, അവനൊരു കാര്യം പറയുമ്പോൾ അവനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് അവനെ താക്കുവാനല്ല, അവനെ നിന്റെ ഒപ്പം കരുതുക. അവൻ്റെ കഴിവുകളെ അടിച്ചു താക്കാനല്ല, അവൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. നിന്റെ ഒപ്പം അവനെ ഉയർത്തിക്കൊണ്ടുവരിക. ഇത് പ്രമാണിക്കുന്നവർ നിത്യജീവൻ അവകാശികൾ ആകും. 3, എങ്ങനെയാണ് യുവത നിത്യജീവനിലൂടെ ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികൾ ആവുന്നത്? യേശുവിനെ അനുഗമിക്കുക, അവനെ പറ്റി മറ്റുള്ളവരോട് പറയുക. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ പറ്റി എന്തിനാണ് നമ്മൾ മറച്ചു വെക്കുന്നത്? അത് മറ്റുള്ളവരിലേക്ക് പകരുക. മത്തായി 19:20 വരുമ്പോൾ, യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണ്ണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതൊക്കെയും വിറ്റു ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം സക്കായിയുടെ കഥ. സക്കായി ദൈവത്തെ കണ്ടത് മുതൽ, ദൈവം സക്കായിയുടെ വീട്ടിൽ വന്നത് മുതൽ സക്കായിക്ക് ഒരു രൂപാന്തരമാണ് ഉണ്ടാവുന്നത്. സക്കായി അപ്പോൾ തനിക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കുകയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആ സക്കായിയെ പോലെ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് നമ്മളെ പോലെ തന്നെ അവരെ കാണുക, മറ്റുള്ളവരെ സഹായിച്ച് നമ്മളോടൊപ്പം അവരെയും കൂടെ വളർത്തുക, അവരെയും ഉയർത്തിക്കൊണ്ടുവരിക. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ശ്രമിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ, സൺഡേ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അവർ ക്രിസ്തുവിനായി നിലകൊള്ളാൻ അവരെ പ്രേരിപ്പിക്കണം. അവരെ അതിനായി നമ്മൾ സഹായിക്കണം. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. അതിന് വലിയൊരു നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഈ സമയത്ത്. എൻ്റെ കയ്യിൽ ആദ്യ കുർബാന സമയത്ത് എൻ്റെ പള്ളി തന്നതാണ് എൻ്റെ ഈ വിശുദ്ധ വേദപുസ്തകം. ഈ വേദപുസ്തകം കിട്ടിയപ്പം മുതൽ ഞാൻ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും ഇതെൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ആ സമയത്ത് എൻ്റെ പ്രശ്നങ്ങൾക്ക് എവിടുന്നേലും ഒക്കെ വിടുതൽ വരും, എവിടുന്നെങ്കിലും ഒക്കെ ഒരു ആശ്വാസം വരും. എൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തുടങ്ങേണ്ടത്. ഞാൻ വലുതായിട്ട് പഠിക്കുന്ന ഇപ്പോഴത്തെ തലമുറയുടെ വെച്ച് പറയുകയാണെങ്കിൽ പഠിക്കുകയോ അങ്ങനെയൊന്നുമല്ല, ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഒക്കെ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം 10ലെ ഒരു പേരൻസ് മീറ്റിങ്ങിന് വന്നപ്പോൾ അമ്മയോട് ഒരു ടീച്ചർ പറഞ്ഞു, ഇനിയിപ്പോൾ 2 മാസം കൂടെ ഉള്ള എക്സാമിന് ജയിക്കുമോ എന്നൊക്കെ സംശയമാണ്, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഭയങ്കര വിഷമം. പിന്നെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിയാത്തതൊന്നുമില്ല. രാവിലെ ആയിരുന്നു എക്സാം. രാവിലെ
കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. അതിൻ്റെ ഫലമായിട്ടെന്ന് പറയട്ടെ 10ാം ക്ലാസ് 85% മാർക്കോടുകൂടി ISCയിൽ പാസ്സായി. പിന്നെ +1 +2 എവിടെ ചേരുമെന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും അഡ്മിഷനും കാര്യങ്ങളും എല്ലാം തുടങ്ങി. അന്നേരവും ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ആൾക്കാരൊന്നും വേണം, 40 പിള്ളേരെ മതി. സയൻസും കൊമേഴ്സും രണ്ടോടെ കൂട്ടി 85% ഉള്ളൂ. എന്നെക്കാട്ടി കൂടുതലുള്ള പിള്ളേരെല്ലാം നിരന്നിരിക്കുക. അവിടെ കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ അവിടെ തന്നെ +1 +2 കയറി കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു, മോനെ +1 അടിച്ചു വിളിച്ചത് നീ +2 പഠിച്ചാൽ മതി. +1 അന്നത്തെ ISCയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ എക്സാം തന്നെ നടത്തുന്നത്, അവിടെ കുഴപ്പമില്ല. അതുപോലെ അടിച്ചു വിളിച്ചു. തക്ക സമയം ലാസ്റ്റ് എക്സാമിലെ പ്രിൻസിപ്പൾ വേറൊരു പ്രിൻസിപ്പൾ ബഹ്റൈനിൽ വന്നു. ബഹ്റൈനിൽ വന്നപ്പോൾ പ്രിൻസിപ്പളിന്റെ പുതിയ നിർദ്ദേശം പ്രാക്ടിക്കലി കൂട്ടാതെ ഈ തിയറി മാത്രം എഴുതിയെടുത്ത് ജയിച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയും രണ്ടും പോയി. അപ്പോൾ ഒരാഴ്ച സമയം 2 എക്സാം ഒരു ദിവസം തന്നെ എഴുതിയെടുക്കണം. വീട്ടിലാണെങ്കിൽ ഭയങ്കര കരച്ചിലും പോകണം, അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, എന്നോട് മിണ്ടുന്ന വലിയ എടുക്കുന്നില്ല. പപ്പ ഭയങ്കര കൂളായിരുന്നു. പപ്പ പറഞ്ഞു നീ എഴുതിയെടുത്താൽ ഈ പ്രശ്നമില്ല. പക്ഷെ ആ സമയത്തൊരു മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഇത് ബാക്കിയായാലും മിണ്ടാതായി ഒരു റൂമിൽ മാത്രം കയറി, പ്രാർത്ഥന റൂമിൽ മാത്രം കയറി. അന്നേരം എൻ്റെ കയ്യിലുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഈ വചനം മാത്രം പ്രാർത്ഥിച്ചു. ഒരാഴ്ച ഉണ്ടായിരുന്നു. ഒരു ദിവസം 2 എക്സാം എഴുതിയെടുത്തു. 80% അവിടെയും പാസ്. അത് കഴിഞ്ഞിട്ട് +2 കയറി. +2 ഇതുപോലെ തന്നെ എക്സാമിന് പോയിട്ട് ബൈബിൾ എക്സാം ആയി കയറ്റും. പ്രാർത്ഥിക്കും. ആയി കാണത്തില്ല, ഞാൻ ഇറങ്ങി പോരും. അമ്മ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. ലാസ്റ്റ് അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തന്നെ +2 ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടി പാസ്സാകാൻ സാധിച്ചു. ഇപ്പോഴും കോളേജുമായിട്ട് ഏത് കോളേജിൽ കയറണം അല്ലെങ്കിൽ എവിടെ കയറണം എന്ന് ഞാൻ ഒത്തിരി ആലോചിച്ച കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിഷയങ്ങൾ എനിക്ക് ഏതാണോ എടുക്കാൻ താല്പര്യം എന്നുള്ളത് ഞാൻ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പല കോളേജുകൾ വന്നു. പക്ഷെ അതിൻ്റെ അതിൽ വേണ്ടതെല്ലാം മാറ്റി കളഞ്ഞ് നല്ലൊരു കോളേജിലേക്ക് തന്നെ എൻ്റെ ദൈവം എന്നെ എത്തിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും അത് നഷ്ടമായി പോവുകയില്ല. നിങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നൊരു അരുമനാഥനാണ് നമുക്കുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ യുവജന സഖ്യത്തിനായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ തക്ക പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ആ ക്രോണോസിലേക്ക് ഒന്ന് നോക്കി. നമുക്കായി ആ 3 നാളികയിൽ യാഗമായി തീർന്ന യേശു നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് യേശുവിലേക്ക് ചെല്ലുകയും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആമേൻ ആമേൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട